ഇന്നലെ ബ്രിട്ടനിൽ ഒരു ഭീകരാക്രമണം നടന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്ററിലുണ്ട് ഒരു സിനഗോഗിൽ, ഒരു ജൂതപ്പള്ളിയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. 2 പേരും മരിച്ചിട്ടുണ്ട്. ഇയാളെ, അതായത് ഈ ആക്രമണം നടത്തിയ ആളെ ബ്രിട്ടനിലെ പോലീസ് അപ്പോൾ തന്നെ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അൽഷാമി എന്നാണ് ഇയാളുടെ പേര്. ഇയാള് തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഒരു വിവരം. ഇവിടെ കഴിഞ്ഞ ഇടക്കാണല്ലോ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഒക്കെ, അതായത് കുടിയേറ്റത്തിനെതിരെയൊക്കെ പ്രൊട്ടസ്റ്റൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയില്ലേ? കുറച്ചു കാലമായിട്ട് ബ്രിട്ടൻ കത്തിയെരിയുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്താൽ ആകർഷിക്കപ്പെട്ട കുറേ ആളുകൾ, എന്നുവെച്ചാൽ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ ആക്കുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. അവരുടെ പ്രവർത്തനമാണ് ബ്രിട്ടനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് തീർത്ത, അല്ലെങ്കിൽ പോലീസ് കൊന്നുകളഞ്ഞ അൽഷാമി എന്ന് പറയുന്ന ഈ തീവ്രവാദിയുടെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ച സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇയാളെ ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് എന്ന് പോലീസ് കണ്ടെത്തുകയുണ്ടായി. ഇപ്പോൾ പോലീസിൻ്റെ ബലമായൊരു സംശയം, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ ബ്രിട്ടൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകാം. അവർ പല സമയങ്ങളിലും ബ്രിട്ടൻ്റെ സമാധാനത്തിനും സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനും ഹാനികരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവരാണ്. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു പ്രൊജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നടന്ന വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ സ്വദേശിവാദത്തിൻ്റെ പ്രക്ഷോഭമാണ്. നാഷണലിസം, ബ്രിട്ടൻ്റെ ദേശീയത ശക്തിപ്പെടുത്തുക, കുടിയേറ്റക്കാരായിട്ടുള്ളവരെ പുറത്താക്കുക, ഇസ്ലാമിസ്റ്റുകളെ പുറത്താക്കുക, ഇസ്ലാം തീവ്രവാദികളെ പുറത്താക്കുക എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ആ പ്രക്ഷോഭത്തിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം. അതിന് കാരണമായി തീർന്നു. എന്തുകൊണ്ട് അങ്ങനെ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് സംഘടിതമായിട്ടുള്ള ഒരു ശക്തി അതിനെതിരെ പ്രവർത്തിക്കുന്നു ചോദിച്ചാൽ, ഈ തീവ്രവാദികളായ, ട്രെയിൻ ചെയ്ത് അങ്ങോട്ട് വന്നിരിക്കുന്ന തീവ്രവാദികളായ ഇവർ വല്ലാത്ത അപകടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളൊരു വെറുപ്പാണ് ശരിക്കും ആ പ്രകടനത്തിൽ മുഴങ്ങി കേട്ടത്. ഇത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളിലും തീവ്രമായിട്ട് ഈ സാധനം വളർന്നു വരുന്നുണ്ട്. അതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനം ഈ തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്ര വിശ്വാസികൾ നടത്തുന്നുണ്ട്. അത് പല സ്ഥലത്തും കുഴപ്പങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ജോസഫ് മാഷുടെ കൈവെട്ടിയ കാര്യം നമുക്കറിയാം. ഇപ്പോൾ ദൈവനിന്ദ ആരോപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നബിയെ ആരോപിച്ചു എന്ന് പറയാൻ, അല്ലെങ്കിൽ മുഹമ്മദിനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കൈവെട്ടൊക്കെ നടത്തി. വളരെ അപൂർവം ചില ആളുകളായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവർ സൊസൈറ്റിയിൽ, സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിശക്തമായിട്ടുള്ളൊരു ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും അതേപോലെ മതേതര ജീവിത വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള തീവ്രവാദികളെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാനായിട്ട് കഴിയുള്ളൂ. എന്തായാലും ബ്രിട്ടനിലെ ഈ സംഭവവികാസങ്ങളിൽ നമ്മൾ കാണുന്നൊരു കാര്യം, പോലീസ് ഒന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ഇതേപോലെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലൊന്നും സംരക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഏറ്റുമുട്ടൽ കൊലകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇയാളെങ്ങനെ തീർത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുതന്നെയാണ്. അങ്ങനെ തീർക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോലീസിനെ പോലും എത്തിച്ചിരിക്കുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ കാർ ഓടിച്ചു വരികയാണ്. കാർ ഓടിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവിടെ അവരുടെ പ്രധാനപ്പെട്ട ജൂതരുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇതിനിടയിലേക്ക് ആ കാർ ഓടിച്ചു കയറ്റിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇയാൾ ചുറ്റും വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ പുറത്തിറങ്ങുന്നു. കത്തി ഉണ്ടായിരുന്നു. ചുറ്റും കൂടിയുന്നവരെ കുത്തി വീഴ്ത്തിക്കൊണ്ട് അയാൾ ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പോലീസ് ഷൂട്ട് ചെയ്യുന്നതും അയാൾ അവിടെ തന്നെ തീർന്നു പോകുന്നതും മരിക്കുന്നതുമൊക്കെ. എന്നാലും ഇയാളുടെ പേരിൽ ഒരു ജിഹാദി ഉണ്ട്. അയാളുടെ മുഴുവൻ പേര് വായിക്കുമ്പോൾ ജിഹാദി അൽഷാമി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇയാൾ വെടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കുത്തുകയെല്ലാം വെടിവെക്കുകയാണ്. അപ്പോൾ അത് മാരകമായ രീതിയിലാണ് ഇത്തരത്തിലൊരു വെടിവയ്പ് നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. മാഷി ഇപ്പോൾ പറഞ്ഞ പോലെ പലതരത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമൊക്കെ കടന്നുകൂടിക്കൊണ്ട് വളരെ ചെറിയ വിഭാഗമായിരിക്കാം ഇത്. പക്ഷെ ഇവർ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്ന ചില
വിഘടനവാദ ചിന്തകളൊക്കെ ഉണ്ട്. അത് വളരെ വലിയതാണ്. ഈ ബ്രിട്ടനിൽ ചെറിയ പെൺകുട്ടികളെയൊക്കെ മയക്കുമരുന്നും മറ്റുമൊക്കെ നൽകി അവരെ അവരുടെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുകയും പിന്നീട് സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ ഇപ്പോൾ ഇടയ്ക്കും തലക്കുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇത് ഒരു തവണ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലേ. പക്ഷേ ഈ സംഭവങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായ ഒരു ഇടവേളകളിലാണ് ഈ വാർത്ത വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് പൊറുതിമുട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ ഈ ദേശീയവാദം ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നതും. അല്ല, ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. ശരി, ഈ ഒന്ന് നമ്മുടെ ആധുനിക കാലത്ത് ലഹരി എന്ന് പറയുന്നത് സമൂഹത്തെ കാർന്നു തിന്നുന്ന മാരകമായിട്ടുള്ളൊരു രോഗമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മതം കൂടി ചേരുന്ന സമയത്താണ് അതിഭീകരമായിട്ടുള്ള രീതിയിൽ അതിനെ വേറെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇത്തരം വാർത്തകൾ വരാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് അവർ നടത്തുന്നത്. അവർക്കതിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം. ആ ഉദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ ഇടവേളകൾ കണ്ടെത്തി ആ സമയങ്ങളിൽ അത് പ്രയോഗിച്ച് സമൂഹത്തെ ഭയപ്പെടുത്തി സമൂഹത്തെ വല്ലാത്ത തരത്തിൽ അങ്കലാപ്പിലും അവർ എന്ന് വെച്ചാൽ പൊതുസമൂഹം മുഴുവൻ പാനിക്കായി പോകും. അങ്ങനെ പാനിക്കാക്കലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ മാഞ്ചസ്റ്ററിലുണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ജൂത സമൂഹം അവരുടെ ഒരാഘോഷം നടത്തിക്കൊണ്ടിരിക്കും. ആ ആഘോഷത്തിലേക്ക് ഒരു ഭ്രാന്തൻ കാറോടിച്ച് വരികയും കാറോടിച്ച് കയറ്റുകയും അതിനുശേഷം തോക്കെടുത്ത ആളുകൾ വെടിവെക്കുകയും ചെയ്യുന്നു. പോലീസ് ആ പ്രദേശത്ത് അപ്പോൾ ഓൺ ദ സ്പോട്ടിലുണ്ടായതിൻ്റെ പേരിൽ മാത്രമാണ് അയാളെ വെടിവെച്ചിടാനായിട്ട് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഈ ആളുകളുടെ മരണസംഖ്യ ഇതിനേക്കാൾ വളരെ കൂടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എന്തായാലും ബ്രിട്ടീഷ് പോലീസിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ എങ്ങനെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവൻ അക്രമകാരിയാണോ ഇല്ലെന്നൊന്നും പരിശോധിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ. ആ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ തെരുവിൽ അല്ലെങ്കിൽ ആളുകൾ ഒത്തുകൂടുന്നതായിട്ടുള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ മാർക്കറ്റ് പ്ലേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരാധന നടക്കുന്ന സ്ഥലങ്ങളായിരിക്കാം, എവിടെയും പാർക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളായി അവിടെയൊക്കെ ഇത്തരത്തിൽ ആളുകൾ വന്ന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അവരെ അപ്പം തന്നെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇത് അവർ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ബ്രിട്ടനിൽ അതിശക്തമായ രീതിയിൽ ദേശീയവാദം ശക്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആയിരുന്നില്ല നേരത്തെ ബ്രിട്ടൻ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി ആളുകൾ അവിടെ ജോലിക്കും പഠനത്തിനും ജീവിതത്തിനും വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് വലിയ പ്രതിലോമപരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറിത്തരികയാണ് ചെയ്യുന്നത്. അവരെ ബാധിക്കും, അവരുടെ ജീവിതത്തെ ബാധിക്കും, അവരുടെ പഠനത്തെ ബാധിക്കും. ചിലപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകാം. ഇപ്പം നമ്മളെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ ഓരോ സമൂഹവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റങ്ങൾ നടത്തി ജീവിക്കുന്ന ഒരു കാലമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും മാത്രമായിട്ടല്ല, അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകാൻ തയ്യാറാകുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കൊക്കെ വരാൻ തയ്യാറാകും. ഈ മൈഗ്രേഷണൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാധാരണ ജീവിതക്രമം പോലുമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ സ്ഥലത്താണ് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ മുഴുവൻ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ രസകരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരെ തകർക്കുക, നശിപ്പിക്കുക എന്ന തരത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലാണ് ഇപ്പോൾ അത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം ബ്രിട്ടനിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറി വല്ലാത്ത പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. US ഒരു ഇന്ത്യക്കാരൻ്റെ തല അറുത്തു മാറ്റി അതുകൊണ്ട് തട്ടിക്കളിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ശക്തമായ നടപടി ട്രംപ് എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധതയും ഈ രാജ്യങ്ങളിലുണ്ട്. അതേസമയം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിൻ്റെ കൈകടത്തലുകൾ അവിടെയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ പറയുന്ന രാജ്യങ്ങൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യും? ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡയിലാണെങ്കിൽ ഖലിസ്ഥാനികൾ വളരെ ഭീകരമായ രീതിയിലുണ്ട്. അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് തന്നെ ആ ഒരു വാദം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയപ്പെടുത്തുന്ന സംഘടനകളാണ്. ഈ ഖലിസ്ഥാനികളായിക്കോട്ടെ പൊളിറ്റിക്കൽ ഇസ്ലാം ആയിക്കോട്ടെ, രണ്ടും ലക്ഷ്യം വെക്കുന്നത് ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഈ ലോകത്തെ മാറ്റി ഇതിൽ നിന്നൊരു രക്ഷ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തത് കൊണ്ട് മാത്രം ഇത് പൂർണ്ണമായിട്ടും
ഇത് ഇല്ലാതെയാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയും? ഇത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ചോദ്യങ്ങളാണ്. ശരി, ഇതങ്ങനെ എളുപ്പത്തിലൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റുന്ന പ്രശ്നം ഇല്ല. ഒന്ന്, നമ്മുടെ രാജ്യത്തുനിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ആളുകൾ പൊതുവെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ തൊലിയുടെ നിറമാണ്. വെള്ളക്കാരെല്ലാം തീർച്ചയായിട്ടും ഇവരെ മോശമായിട്ടുള്ള രീതിയിൽ കാണുകയും വെറുതെ അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരുതരം വൈറ്റ് ടെററിസമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സിഖ് ടെററിസവും അതേപോലെ തന്നെ ഇസ്ലാം ടെററിസം ഒക്കെ കയറി വരുന്നത്. മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളുടെയും അതേപോലെ തന്നെ അവരുടെ പക്ഷപാതത്തിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് രൂപപ്പെട്ടു വരുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ മറികടക്കണമെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, വിശാലമായിട്ടുള്ള മാനസികാവസ്ഥ, വിശാലമായ ലോകവീക്ഷണം അതൊക്കെ ഉണ്ടാവേണ്ട ആവശ്യമാണ്. അത് പക്ഷേ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ തന്നെ കുറയുകയാണ് ചെയ്യുന്നത്. ഏകാധിപത്യ സ്വേച്ഛാധിപത്യ സ്വഭാവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തീവ്രതകൾ കൂടുതൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അസ്വസ്ഥതകളുണ്ടാക്കുന്നതും അക്രമത്തെ വിളിച്ചു വരുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബോധപൂർവം രാഷ്ട്രത്തലവന്മാർ ഇതിനെ എതിരെ പ്രവർത്തിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമാണ്. എന്നുവെച്ചാൽ ലോകത്തിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വേണ്ടിവരും. അതായത് എല്ലാ മനുഷ്യരും ഇന്നത്തെ ഈ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ എവിടെയും സഞ്ചരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകപ്പെടേണ്ടതാണ്. ആ സ്വാതന്ത്ര്യം ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാനായിട്ട് പാടില്ല എന്ന നിലക്കുള്ള ഒരു ലോകവിഷൻ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇതിനൊക്കെ ഒരു കുറവുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.